രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു. അപ്പോൾ അത് ഇങ്ങനെ മംഗലം അവിടെ വന്ന് കിടന്നിട്ട് അദ്ദേഹത്തിനെ ഉപദ്രവിച്ചു എന്നുള്ളത്. ചിലപ്പോൾ ചില വഴിപാടുകൾ കഴിക്കാൻ പാടില്ലാത്ത വഴിപാടുകൾ ഉണ്ടാവും. അപ്പോൾ വേറെ പല ക്ഷേത്രത്തിൽ നടത്തണ കണ്ട് അത് ഇവിടെ വന്ന് കിടക്കും. തെറ്റ് ചെയ്തിട്ട് അതിന് പരിഹാരം ചെയ്യുന്നത് ഒരു വഴിപാടിപ്പെട്ടതല്ല. അതും പിന്നെ നൂർമല പ്രസാദം കൂട്ടിയാണ് മറ്റേ നമ്മൾ പെരട്ടാനൊക്കെ കൊടുക്കുന്നത്. അതെ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ രേവതി. ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആമയുടെ ക്ഷേത്രത്തിലാണ്. ഉദയംപേരൂർ സ്ഥിതി ചെയ്യുന്ന ആമയുടെ ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വേമ്പനാട് കായലിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പരശുരാമൻ വന്നൊരു സ്ഥലമാണ്. പരശുരാമൻ വന്നപ്പോൾ ആ ഒരു നദി അല്ലെങ്കിൽ പുഴ കായൽ മാറിക്കൊടുത്തു എന്ന് പറയുക, സഞ്ചരിക്കാൻ. അങ്ങനെ ആമ നിന്ന സ്ഥലം ആണ് ആമയുടെയായി മാറുന്നത് ഈ ഒരു ക്ഷേത്രം ഉണ്ടാവുന്നത്. അപ്പൊ സപ്തമാതൃക്കളുടെ ക്ഷേത്രമാണ് ആമയുടെ ക്ഷേത്രം. അതായത് പരശുരാമൻ വന്ന് പോകുന്ന സമയത്ത് ആ ഒരു പുഴ ഫുള്ളായിട്ട് നടക്കാൻ വേണ്ടി ഇറങ്ങിച്ചെന്നു. ശരി ശരി. ആ സമയത്ത് ഈ ആമയുടെ പുറത്ത് സപ്തമാതൃക്കളെ പോവുകയാണ്. അപ്പൊ അത് അനങ്ങാൻ വരാണ്ട് അവിടെ നിന്നു. ആമയ്ക്ക് പരശുരാമനെ കണ്ടപ്പോഴേക്കും നിന്നു. വെള്ളം മാറിയപ്പോ ആമ അവിടെ നിന്നു, കരയിലായി പോയി. അപ്പൊ അതിനെ ഇറക്കി സ്വീകരിച്ച് അവിടെ പ്രതിഷ്ഠ നടത്തിയെന്നാണ് പറയണത്. അത് പിന്നീട് അത് വലിയ ക്ഷേത്രമായിട്ടൊക്കെ വന്നു. ആ ക്ഷേത്ര സങ്കല്പത്തിൽ വന്നപ്പോൾ ആ ക്ഷേത്രം പണിയണതോടുകൂടി ആ ഒരു കാവ്, പണ്ടൊരു കാവായിരുന്നു എന്ന് പറയണ്ട അവിടെ. പണ്ട് അതിനു മുമ്പ് കാവായിരുന്നു. നമ്മളിപ്പോൾ ഈ ശ്രീമൂല സ്ഥാനത്തിലാണ്. പരശുരാമൻ വരുമ്പോഴേക്കും ആമ അവിടെ വന്ന് നിന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു സ്ഥലമാണ് ആമയുടെ മാറുന്നത്. അതിൻ്റെ ഒരു പ്രതിനിധീകരിച്ചാണ് ഈ ഒരു ആമയുടെ ശ്രീമൂല സ്ഥാനം പ്രതിഷ്ഠ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്താണ്? നേരെ കാണുന്നത് വൈഷ്ണവിയാണ്. അല്ല, പ്രധാന പ്രതിഷ്ഠ സപ്തമാതൃക്കളിൽ എല്ലാവരും നേരെ കാണുന്നത് വൈഷ്ണവിയാണ്. നേരെ കാണുന്നത് വൈഷ്ണവിയാണ്. പിന്നെ വീരഭദ്രനാണ്. സപ്തമാതൃക്കളൊക്കെ സ്ത്രീകളായിട്ടാണല്ലോ. അതിൽ വീരഭദ്രനും അപ്പുറത്ത് ഗണപതിയുണ്ട്. അവര് രണ്ടുപേരുമുണ്ട്. വീരഭദ്രൻ സപ്തമാതൃക്കൾ 7 പേരാണ്. എന്താണ് ശരിക്കും സപ്തമാതൃക്കൾ? ഇപ്പൊ അറിയാൻ പാടാത്ത ഒരുപാട് പേരുണ്ടാവും. സപ്തമാതൃക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? അതായത് ശിവൻ, സുബ്രഹ്മണ്യൻ, വിഷ്ണു ഇവരുടെയൊക്കെ ആയുധങ്ങളും ശക്തിയും എടുത്ത് ശക്തി ഒരു സ്ത്രീ ഇതിലേക്ക് കൊടുത്തിട്ട് അവരെ ഒരു യുദ്ധത്തിന് ഇതിനായിട്ട് വിടുന്ന ഒരു ഇതിലാണ്. കാരണം എന്ന് വെച്ചാൽ സ്ത്രീകൾ വേണം യുദ്ധം ചെയ്യാൻ. അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഇവരുടെയൊക്കെ ശക്തിയോടുകൂടി അവരെ കൊല്ലാനായിട്ട് വിടുന്നതാണ്. അതിലൊരംശമാണ് ചാമുണ്ടി വരുന്നുണ്ട്, ഭദ്രകാളി വരുന്നുണ്ട്. ഒക്കെ ആ ഒരു ഭക്തിപ്പെടുന്നുണ്ട്. സപ്തമാതൃക്കൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ രൂപത്തിലുള്ള ഒരു ശക്തി. ശിവശക്തി എന്ന് പറയുന്ന പോലെ സ്ത്രീ രൂപത്തിലുള്ള ശക്തി. അവരുടെ ആയുധങ്ങളും ബ്രഹ്മാവിൻ്റെ ഇതിൽ നിന്നും ബ്രഹ്മാണി, മഹേശ്വരൻ്റെ, ശിവൻ എന്ന് പറഞ്ഞാൽ മഹേശ്വരൻ്റെ നിന്ന് മാഹേശ്വരി, സുബ്രഹ്മണ്യൻ്റെ ഇന്ന് കൗമാരി, വിഷ്ണുവിൻ്റെ ഇന്ന് വൈഷ്ണവി, വരാഹം എന്നുള്ള ഇതിൽ നിന്ന് വരാഹി, ഇന്ദ്രനിൻ്റെ ഇതിൽ നിന്ന് ഇന്ദ്രാണി, പിന്നെ ചാമുണ്ടി ശിവൻ്റെ തന്നെയാണ്. ശിവൻ്റെ രൗദ്രത്തിൽ നിന്ന് വന്നേക്കണം. ശിവൻ്റെ ആദ്യം സൗമ്യമായിട്ട് മഹേശ്വരിയും അവസാനം രൗദ്രമായിട്ട് ചാമുണ്ടി. കാരണം എന്താ വെച്ചാൽ രക്തം കുടിക്കാനായിട്ട് വേണം. രക്തം ഒരു അസുരനെ കൊല്ലാനായിട്ടാണ് ഇവരെ വിടുന്നത്. അപ്പം അവരുടെ രക്തം താഴ്ത്തു വീണ് കഴിഞ്ഞാൽ അയാളിപ്പോൾ ഒരാളുണ്ടാവുന്നതാണ്. അതിൻ്റെ ഒരു അയാൾക്കൊരു വരം കൊടുത്തിട്ടുണ്ടാവും. വരം സപ്തമാതൃക്കൾക്കായിട്ട് ഒരു ക്ഷേത്രം പണിയുകയാണ്. അപ്പൊ സപ്തമാതൃക്കളുടെ കൂടെ നാഗദൈവങ്ങളെയും കൂടി പ്രതിഷ്ഠിച്ച് അങ്ങനെ ഒരു ക്ഷേത്രമായി. ഒത്തിരി സ്കിൻ ഡിസീസിന് വേണ്ടിയിട്ട് ഒരു എണ്ണ ഇവിടെ പൂജകൾ. അത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൊരു വിളക്കുണ്ട് ശിവൻ്റെ, വീരഭദ്രൻ്റെ പുറകിലായിട്ട്. അത് ക്ഷേത്രം ഉള്ള കാലം തൊട്ടുള്ളതാണ്. പരശുരാമനായിട്ട് കത്തിച്ചൊരു വിളക്കാണത്. ആ വെച്ചിട്ടുണ്ട്. അതിപ്പോഴും അങ്ങനെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് വച്ചേക്കണ വിളക്കാണ്. അത് കെടാവിളക്കായിട്ട് തന്നെയാണ് വച്ചേക്കണത്. അപ്പം അതിലെ എണ്ണയാണ്. അതിൽ നിന്ന് എണ്ണ എടുക്കും. പിന്നെ കുറച്ച് എണ്ണയും വരെ ചേർത്ത് കൂട്ടി അതിൻ്റെ ഒരു അംശം ഞങ്ങൾ കൊടുക്കുന്ന എണ്ണയിൽ ഉണ്ടാവും എന്നർത്ഥം. അതും പിന്നെ നൂർമല പ്രസാദം കൂട്ടിയാണ് മറ്റേ നമ്മൾ പെരട്ടാനൊക്കെ കൊടുക്കുന്നത്. അതെ, എഫക്റ്റീവായിട്ടുള്ള ഇതാണ്. ധാരാളം ഒരുപാട് അനുഭവങ്ങളുണ്ടോ? ഒരുപാട് നല്ല 90% മാറിയിട്ടുള്ളതേ ഉള്ളൂ.
അല്ലാത്തതില്ല. അപ്പം ഈ സർപ്പദോഷമായിട്ട് സംബന്ധിച്ചുള്ള സ്കിൻ ഡിസീസുകളുള്ളവർക്കൊക്കെ ആമയുടെ ക്ഷേത്രത്തിൽ വന്ന് ആ ഒരു എണ്ണ എന്നുള്ള ഒരു പ്രസാദം സ്വീകരിച്ച് അത് മാറ്റാൻ പറ്റും എന്നുള്ള ഒരുപാട് അനുഭവങ്ങളാണ് തിരുമേനിക്ക് തന്നെ ഉള്ളത്. അപ്പം അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം മാറിക്കിട്ടും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. നമ്മളൊരു എല്ലാത്തിനും നമ്മൾ ഒരു വശം മാത്രമേ ഉള്ളൂ. മറുവശങ്ങളെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇപ്പോൾ പരിഹാരക്രിയകളെന്ന് പറയുന്നത് വഴിപാടല്ല. തെറ്റ് ചെയ്തിട്ട് അതിന് പരിഹാരം ചെയ്യുന്നത് ഒരു വഴിപാടിപ്പെട്ടതല്ല. വഴിപാടെന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഭാഗത്തിൽ ഭഗവാനൊരു പ്രാർത്ഥന അത് ഒരു അർച്ചന ചെയ്യണം, അല്ലെങ്കിൽ ഒരു നിവേദ്യം കൊടുക്കണം. അതൊക്കെ സാത്വികമായിട്ടുള്ള ക്രിയകളാണ്. അത് എപ്പോൾ വേണമെങ്കിലും എല്ലാവർക്കും ചെയ്യാം. പക്ഷേ ഒരു സർപ്പ ദുരിതം ആവാഹിക്കുക, ആ ദുരിതം എന്ന് പറയുന്നത് ദുരിതം ഉള്ളിടത്തുനിന്ന് ആവാഹിക്കാൻ പറ്റുള്ളൂ. ദുരിതം ഉണ്ടെന്നൊരാൾ പറയണം. അതല്ലാതെ ഞങ്ങൾ കയറി ദുരിതം ഉണ്ടെന്ന് പറയില്ല, പറയില്ല. അപ്പോൾ അതാണ് നമ്മൾ ജ്യോതിഷം പോലെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ചിലപ്പോൾ ചില വഴിപാടുകൾ കഴിക്കാൻ പാടില്ലാത്ത വഴിപാടുകളുണ്ടാവും. അപ്പോൾ വേറെ പല ക്ഷേത്രത്തിൽ നടത്തണ കണ്ട് അത് ഇവിടെ വന്ന് കേൾക്കും. അങ്ങനെയുണ്ട്. ഓരോ ദേവനും ഓരോ ഇതുണ്ട്. ഓരോ ദേവന്മാർക്കും അവരവരുടേതായ ഒരു ഇതുണ്ട്, ഒരു ഇതുണ്ട്. അപ്പോൾ ആ വഴിപാടുകൾ അവിടെ ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്തത് ചെയ്യാൻ പാടില്ലെന്ന് പറയും. അപ്പോൾ അതാണ് വരുന്നത്. അപ്പോൾ അത് പലപ്പോഴും പുതിയ ശാന്തികാലം വരുമ്പോൾ, പുതിയ ശാന്തി വരുമ്പോഴും അല്ലെങ്കിൽ പുതിയ കമ്മിറ്റിയൊക്കെ വരുമ്പോഴൊക്കെ അതിലൊക്കെ മാറ്റം വരും. അതിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ തെറ്റ് തിരുത്തേണ്ട ഒരു സന്ദർഭങ്ങളാണ് ഈ അഷ്ടമികൾ. അത് നടത്തി കഴിഞ്ഞാൽ ചൈതന്യ വൃഷ്ടിക്കായിട്ട് ചൈതന്യവർദ്ധനമായിട്ട് കലശങ്ങളൊക്കെ നടത്തി ആദ്യമായിട്ട് പിന്നെ വീണ്ടും പുതിയ രീതിയിൽ തുടർന്ന് പോകാൻ പറയുന്നത്. അതാണ് നവീകരണം ചെയ്യണം. അതെല്ലാ 12 കൊല്ലം കൂടുമ്പോൾ ചെയ്യണം. ഈ പുറത്തുനിന്ന് വരുന്ന ഈ ദുരിതങ്ങൾ ആവാഹിച്ച് ക്ഷേത്രത്തെ കൊണ്ട് ധാരാളം കൊണ്ടുവന്ന് വരും. ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്നൊക്കെ അവരുടെ പരിഹാരക്രിയകളൊക്കെ നടത്തി പ്രതിഷ്ഠിക്കുമ്പോഴും മറ്റു പൂജകളൊക്കെ നടത്തുമ്പോൾ സർപ്പശാപം, സർപ്പദോഷം എന്നൊക്കെ പറഞ്ഞു വരും. അതൊക്കെ ആവാഹിച്ച് ഇവിടെ ദിവസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്നാൽ ഞങ്ങൾ ഇവിടെ ക്ഷേത്രത്തിലേക്ക് അതിനെ ഇരുത്തണം. അങ്ങനെ ഇരുത്തുമ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ വരുന്ന അതിങ്ങനെ കൂടുതൽ വരുന്തോറും ക്ഷേത്രത്തിന് ചൈതന്യം താഴത്തേക്ക് വരും, മുകളിലേക്ക് പോവില്ല. അങ്ങനെയുണ്ട്. കാരണം വെച്ചാൽ അതൊരു മാലിന്യമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. നമ്മൾ ഈ ദുരിതങ്ങൾ വരുന്നതൊക്കെ മാലിന്യങ്ങളായിട്ടാണ് കണക്കാണ്. അത് ഇവിടെ വരുമ്പോൾ ഇവിടെയാണ് അത് സ്വീകരിക്കേണ്ട സ്ഥലമാണ്. ഇവിടെ സ്വീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിന് ബാലൻസിങ് ആയിട്ട് ഞങ്ങൾ മറ്റു പൂജകൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിലാവണം. അപ്പോൾ അതൊരു സമർപ്പണം ഇവിടെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആ സമർപ്പണം നേരെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ആ സമർപ്പിച്ച സാധനങ്ങൾ ഇപ്പോൾ ഒരു ഹോമമൊക്കെ ഉണ്ട്, സർപ്പസൂക്തം എന്ന് പറഞ്ഞ ഹോമങ്ങൾ നടത്തി അതിൻ്റെ ഇതൊക്കെ സ്പർശിച്ചിട്ട് വേണം അകത്തേക്ക് കടത്താൻ. എന്നാലും അതല്ലെങ്കിൽ അതെന്ന് വെച്ചാൽ അവിടുത്തെ ദുരിതം വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ അവിടുത്തെ ചൈതന്യം അനുഗ്രഹിക്കാനുള്ള അവരുടെ ശക്തി കുറഞ്ഞു പോകും. മറ്റുള്ളവർക്ക് ഭക്തന്മാർക്ക് അതിൻ്റെ ഫലം കിട്ടാണ്ടായി തുടങ്ങുന്നത് അത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് അതിന് പ്രാധാന്യം എപ്പോഴും ഉണ്ട്. കാരണം വെച്ചാൽ അതിന് ക്ഷേത്രത്തിൻ്റെ ചിട്ടകളും ബാഹ്യമായിട്ടുള്ള ചിട്ടകളും രണ്ടായിട്ട് ഞങ്ങൾക്ക് എപ്പോഴും കീപ്പ് ചെയ്യും. കാരണം വെച്ചാൽ അകത്തെ കാര്യങ്ങളിലേക്ക് നിവേദ്യാദി കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെയ്യേണ്ടി വരും. ബാഹ്യമായിട്ട് വരുന്നതിൽ കുറച്ചൊരു ഒരു ബോർഡർ ഉണ്ടാവും എന്നർത്ഥം. അതെന്ന് വെച്ചാൽ അത് എല്ലാം കൂടി ഇതിലേക്ക് വന്ന് കയറി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ക്ഷേത്രാചാരം അതുകൊണ്ടാണ് ഞങ്ങൾ 8 മണിക്ക് മുമ്പ് പൂജ ഞങ്ങളുടെ കഴിയും. കാരണം ഭക്തന്മാർ നേരെ കൊണ്ടുവരുന്ന സാധനം എല്ലാം ഞങ്ങൾക്ക് അകത്തേക്ക് കയറ്റാൻ പറ്റില്ല. പിന്നീട് അതെന്താ ചെയ്യുക? സ്വീകരിക്കുക, നടക്കി വെച്ച് സ്വീകരിക്കുന്നത്. അതായിട്ട് അതിൽ ശുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും, അല്ലാത്തതൊക്കെ മാറ്റും. അങ്ങനെയൊക്കെ വേണം. അതല്ലാതെ നേരിട്ട് എല്ലാം കൂടെ സ്വീകരിക്കാൻ പറ്റില്ല. അതിലാണ് പരിശുദ്ധിയെ സൂക്ഷിക്കണം എന്നർത്ഥം. ക്ഷേത്ര പരിശുദ്ധി എന്ന് പറയുന്നത് ദേവൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ ഞങ്ങൾ അതൊക്കെ ഓരോരോ ഇതുണ്ട്. അപ്പോൾ തിടപ്പള്ളിയിൽ നിവേദ്യം വയ്ക്കുമ്പോൾ തന്നെ ആ നിവേദ്യം വയ്ക്കുന്ന ആൾ തൊട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മളൊരു പരിശുദ്ധി എന്ന് പറയുന്നത് നമ്മളൊരു കൈ പോലും നമ്മൾ കഴുകണം. എന്ത് തുടങ്ങുന്നുണ്ടെങ്കിലും കൈ കഴുകണം. നമ്മൾ പുറത്തുനിന്ന് ഒരാളൊരു ഇത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ പാലാവന്നെങ്കിൽ ചിലപ്പോൾ പഴയ പാലായിരിക്കും തന്നെ, തലേ ദിവസം കറന്ന പാലൊക്കെ ആയിരിക്കും തന്നെ. അപ്പോൾ ആ പാല് നമുക്ക് ഉപയോഗിക്കണം നോക്കിയിട്ട് വേണം അതിൻ്റെ നോക്കണം. അതുപോലെ തന്നെ പഴങ്ങൾ, ചീഞ്ഞ പഴങ്ങളൊക്കെ ചിലപ്പോൾ വരും, പാലിപ്പഴമാണെങ്കിലും വരും. അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പാടില്ലാത്ത സാധനങ്ങളൊക്കെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പാടില്ലാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോൾ പൊതിഞ്ഞ് കെട്ടിയൊക്കെ കൊണ്ടുവന്ന് ഇറക്കി വയ്ക്കില്ല. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ബോർഡർ ഉണ്ടെന്നർത്ഥം. ആ ബോർഡർ വെച്ചിട്ട് നമ്മൾ പരിശീലിക്കും. അങ്ങനെ നോക്കിക്കൊണ്ട് വേണം. അതല്ലെങ്കിൽ അകത്തെ കാര്യങ്ങളിലേക്ക് ദോഷം വരാത്ത രീതിയിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഓരോ 12 കൊല്ലം കൂടുമ്പോൾ സാധാരണ എല്ലായിടത്തും അങ്ങനെയാണ് ദേവഹിതം എന്ന് പറയും. അതായത് ഒരു കാലഘട്ടം 12 കൊല്ലം കൂടുമ്പോൾ നമ്മൾ ആ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള അതിൻ്റെ അഭിവൃദ്ധിയെ സംബന്ധിച്ച് അഭിവൃദ്ധിക്ക് ദോഷം വരുന്ന
കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടായിട്ടുണ്ട്, അതെന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അതിൽ നിന്ന് പഴയതിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാറ്റി പഴയ രീതിയിലേക്ക് മാറ്റം, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നതിനാണ് ഈ ഇത് പറയുന്നത്. അപ്പം അങ്ങനെ രാശി വയ്ക്കുന്നത് അത് നവീകരണം എന്ന് പറയും. അതായത് പഴയ രീതികളിലേക്ക് അതിൻ്റെ ചൈതന്യ പുഷ്ടിക്ക് പരത്തും. നമ്മൾ സാധനം കൂട്ടി വെച്ചാൽ അത് പരന്നു പോകില്ല കുറേ കാലക്രമത്തിൽ എന്ന് പറയുന്നത്. അത് രണ്ടാമത് കൂട്ടി വയ്ക്കുന്നത് പോലെ ആ ചൈതന്യം മുഴുവനും നമ്മൾ അതിലേക്ക് കയറ്റി അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ എല്ലാ വർഷത്തിലും ഉത്സവമുണ്ട്. പിന്നെ 12 വർഷമൊക്കെ കൂടുമ്പോഴാണ് സാധാരണ ഒരു വ്യാഴവട്ടം എന്ന് പറയും. ഒരു വ്യാഴം മാറി മറ്റൊരു വ്യാഴം 12 വർഷമാണ്. ആ 12 വർഷം കൂടുമ്പോൾ അത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഒരു ചൈതന്യം ഇതായിട്ട് പുനരുദ്ധരിക്കുക എന്ന് പറയും. അതായത് ക്ഷേത്രത്തിൻ്റെ മരാമത്തുകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് നന്നാക്കി പിന്നെ അതിന് കേടുവരുന്നതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യുക. ആചാരങ്ങളിൽ ലോപം വന്നിട്ടുണ്ടെങ്കിൽ ഇല്ലാണ്ടായി പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി പഴയ പോലെ ആക്കുക. അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് താന്ത്രികമായിട്ടുള്ള ക്രിയകളിൽ വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി, അതൊക്കെ ജ്യോതിഷക്കാരാണ് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നൊക്കെ അവർ നോക്കി പറയും. അതായിട്ട് അതിൻ്റെ ലക്ഷണങ്ങൾ കൊണ്ടൊക്കെ അവർ പറയും. അത് തന്ത്രി അതിൻ്റെ തന്ത്രി അതുപോലെ എൻ്റെ ഒരാളന്മാർ ഭക്തജനങ്ങളെല്ലാവരും ആചാരങ്ങളൊക്കെ ഇങ്ങനെ മാറി വരിക. ഞങ്ങളുടെ ഇല്ലപ്പേര് ശരിക്കും മംഗലം എന്നാണ്. ഞങ്ങൾ തിരൂരാണ് ഞങ്ങളുടെ സ്വദേശം. ഞങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ വന്ന് ചോറ്റാനിക്കലേക്ക് വന്ന് അങ്ങനെ ഇവിടെ വന്നതാണ്. അതൊരു ചരിത്രം വേറെയാണ്. ഞങ്ങളുടെ ഒരു മുത്തശ്ശൻ അവിടെ നിന്ന് തിരൂരിൽ നിന്ന് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനകത്തേമാർ രണ്ടുപേരും കൂടി വന്ന് വടക്കുന്നാഥൻ്റെ അവിടെ വന്ന് ഭജിച്ചു. അത് കഴിഞ്ഞ് ചോറ്റാനിക്കൽ വന്ന് ഭജിച്ചു. അത് കഴിഞ്ഞ് അമ്മയുടെ വന്ന് ഭജിച്ചു. ഭജിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിനൊരു ദിവ്യ ദർശനം കൊടുത്തു. അദ്ദേഹത്തിനല്ല, ഇതിൻ്റെ അന്ന് അവിടെ മൊത്തന്മാരായിട്ടുണ്ടായിരുന്നത് തൃപ്പൂണിത്തുറ മറ്റേ എതിരെ ഒരു 3-4 ഇല്ലക്കാരുകളായിരുന്നു ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ രാത്രി ഇവിടെ അന്ന് ഒരു ചെറിയൊരു കാട് പോലെയൊക്കെ ഉള്ള സ്ഥലങ്ങളായിരുന്നു. ജനവാസമൊക്കെ കുറച്ചുള്ള ഏരിയ. ഇപ്പോഴത്തെ പോലെയുള്ള പോപ്പുലേഷനൊന്നുമില്ല. അപ്പോൾ ആൾക്കാരൊക്കെ വരവ് കുറവാണ്. വലിയമ്പലത്തിൽ തന്നെ കിടക്കും, വേറെ ഒന്നുമില്ല. അങ്ങനെ അവിടെ അദ്ദേഹത്തിന് അങ്ങനെ രാത്രി അത് കള്ളന്മാരാരോ വന്ന് കയറി എന്നൊക്കെ പറയണു. അപ്പോൾ അദ്ദേഹം പോയി തടുക്കാൻ പോയി. അപ്പോൾ അദ്ദേഹത്തിനെ ആക്രമിച്ചു എന്നൊക്കെ പറയണു. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഈ ഉടമസ്ഥന്മാർക്ക് ഒരു രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു. അപ്പോൾ അത് ഇങ്ങനെ മംഗലം അവിടെ വന്ന് കിടന്നിട്ട് അദ്ദേഹത്തിനെ ഉപദ്രവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവർ കള്ളൻ ഉപദ്രവിച്ചു, മോഷ്ടിക്കാൻ കയറി എന്നൊക്കെ ഉള്ളത് കണ്ടു. അത് കഴിഞ്ഞ് അവരെല്ലാവരും കൂടി രാവിലെ വന്ന് നോക്കിയപ്പോൾ വസ്തുത ശരിയാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി അദ്ദേഹത്തിന് അത് ചുമതല ഏൽപ്പിച്ചു എന്നാണ്. അപ്പോൾ അവരെല്ലാവരും ചുമതല കൂടി ഏൽപ്പിച്ചു വന്നു. അതായത് ഭഗവതിയെ രക്ഷിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിലുള്ള സമ്മാനം ഈ അമ്പലത്തിൽ തന്നെ. അന്ന് അമ്പലമുണ്ട്. അമ്പലം അതിന് മുമ്പുള്ളതാണ്. അമ്പലത്തിൻ്റെ ചരിത്രം എന്താണെന്ന് എത്രയാണെന്നറിയില്ല. ഞങ്ങളതിൻ്റെ ഇടയ്ക്ക് വന്നേക്കുന്ന ഒരു ചേഞ്ചസ് ആണ് ഞാൻ പറഞ്ഞത്. ദേവിമാരുടെ അല്ലെങ്കിൽ ആ നാഗദൈവങ്ങളുടെ ഒരു നിശ്ചയമാണ് ഞങ്ങൾ ഇവിടെ ഏറ്റെടുത്ത് ഇവിടെ വന്നു. അതുകൊണ്ട് യാദൃശ്ചികമായിട്ട് നിമിത്തമായിട്ട് വന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ തലമുറ ഇവിടെ വന്ന്. പിന്നെ ഞങ്ങൾ കുട്ടികളുണ്ടായി. ആ ഒരു താവഴിപ്പെട്ട ആൾക്കാരാണ്. അപ്പം അങ്ങനെ ഒരു ഇതിലുണ്ട്. അതിലൊരു സന്താന വിഷയത്തിൻ്റെ വിഷയം കൂടി അതിൽ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നടത്തുന്ന ഒരു വഴിപാട് എന്തായിരിക്കും? സർപ്പബലിയാണ്. പിന്നെ അതിൽ താഴെ വരുന്നതാണ് അഷ്ടനാഗപൂജ. പിന്നെ അതുള്ളത് സർപ്പപൂജ, ആയില്യപൂജ, നാഗപൂജ, രാഹുപൂജ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ. സർപ്പങ്ങളെ പരിവാരങ്ങളോടുകൂടി പൂജിക്കുന്നതാണ്. സർപ്പങ്ങൾ നാഗരാജാവും അതിൻ്റെ പരിവാരങ്ങളോടുകൂടി പൂജിക്കുന്ന ഇതാണ് ഉത്സവബലി എന്ന് പറയുന്നത്. സാധാരണ ഉത്സവങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയാണ്. ഉത്സവം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ക്ഷേത്രത്തിലെ നിത്യപൂജ എന്ന് പറഞ്ഞാൽ ദേവന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഉത്സവബലി ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും പരിവാരങ്ങളുണ്ടാവും. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പരിവാര പ്രതിഷ്ഠകളൊക്കെ ഉണ്ടാവും. ആ പ്രതിഷ്ഠകൾക്കൊക്കെ ഉള്ള ഹവിസ് തൂവിക്കൊടുക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. ഉത്സവത്തോടനുബന്ധിച്ച് 8 ദിവസം കൊടികേറി ഇവർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെ എല്ലാവരെയും കൂടിയുള്ള പൂജിക്കുന്ന ദിവസങ്ങളാണ്. അതൊരു ദേശോത്സവം പോലെയായിട്ട് കണക്കാക്കുന്നത്. ഉത്സവം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഉള്ളതാണ്. സർപ്പക്കാവിലെ ഒരു ഉത്സവം പോലെ തന്നെയുള്ളൊരു വിഷയമാണിത്. അതെന്ന് വെച്ചാൽ സർപ്പങ്ങളെ മാത്രമല്ല, അവിടെ ഇരിക്കുന്ന സർപ്പങ്ങളെ കൂടാതെ അഖില സർപ്പങ്ങളെയും കൂടി അതിൽ പൂജിക്കുക എന്നുള്ളതാണ്. അതിൽ അനന്തൻ അഷ്ടനാഗങ്ങളൊക്കെ വരും ഇതിൽ. ഇവരെയൊക്കെ അവർക്ക് ഈ സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനങ്ങളിൽ അവരെ പൂജിച്ച് പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് സർപ്പബലി. അനന്തൻ, വാസുകി, തക്ഷകൻ, കാറോടകൻ, പത്മൻ, മഹാപത്മൻ, ശംഖവ, അങ്ങനെ അഷ്ടനാഗങ്ങളുണ്ട്. 8 ദിക്കലായിട്ട് അവരുടെ സ്ഥാനങ്ങളുള്ളത്. ദേവനിരിക്കുന്നതിൻ്റെ 8 ദിക്കിലും
ഇവർക്ക് സ്ഥാനം കൊടുത്തേക്കണം. അതിൻ്റെ പുറത്ത് പിന്നെ മറ്റു നാഗങ്ങളുടെയൊക്കെ സ്ഥലമുണ്ട്. കാരണം ഒരാളെ ഇരിക്കുമ്പോൾ അവർക്കൊക്കെ ഓരോ സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനങ്ങളിൽ അവരുടെ സങ്കല്പം തന്നെ നടത്തും. അതാണ് സർപ്പബലി എന്ന് പറഞ്ഞാൽ സന്തതിക്കും സമ്പത്തും എല്ലാത്തിനും കുടുംബത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് കഴിക്കണം. പിന്നെ അത് സന്തതി ഇല്ലാത്തൊരു പ്രത്യേകം വഴിപാട് കഴിക്കണം. വിശേഷ ദിവസങ്ങൾ ഏതൊക്കെയാണ്? ആയില്യം, കാർത്തിക. അതേ ഭഗവതിക്ക് കാർത്തിക, സർപ്പങ്ങൾക്ക് ആയില്യം. ആമയുടെ ക്ഷേത്രം ഇപ്പോൾ പുനരുദ്ധാരണത്തിൻ്റെ ആ ഒരു പണിയും കാര്യങ്ങളുമാണുള്ളത്. അപ്പോൾ നമുക്ക് തന്നെ കാണാൻ പറ്റും മരം കൊണ്ടുള്ള ഓരോ പണികളും കാര്യങ്ങളും എല്ലാം. ഈ ഒരു ക്ഷേത്രത്തിൽ അത്രയും വലിയ വിശ്വാസമാണ് ഭക്തർക്ക്. സർപ്പത്തെ സ്വപ്നം കാണുക, അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് പേര് വന്ന് പ്രാർത്ഥന ചെയ്യാറുണ്ട്, വഴിപാടുകൾ ചെയ്യാറുണ്ട്. അത്തരത്തിൽ വളരെയധികം വിശ്വാസമുള്ള ഒരു ക്ഷേത്രമാണ് ആമയുടെ ക്ഷേത്രം. ആമയുടെ ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടത്. ആരാധനാലയങ്ങളിലൂടെയുള്ള യാത്ര ഇനിയും തുടരും. അപ്പോൾ പുതിയ ക്ഷേത്രങ്ങളിലെ വിശേഷങ്ങളും കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.